സംസ്ഥാനത്ത് ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന് തുടക്കമായി. ഒക്ടോബർ 2 മുതൽ 15 വരെ നടക്കുന്ന വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. വിജ്ഞാനാധിഷ്ഠിത നവകേരളത്തിലേക്കുള്ള മുന്നേറ്റങ്ങളിൽ പട്ടിക വിഭാഗക്കാരായ ആരും പിന്തള്ളപ്പെടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വർഷത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ മനുഷ്യരെയും ചേർത്തുപിടിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുക എന്നതാണ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിലാണ് ഐക്യദാർഢ്യ പക്ഷാചരണത്തിന് തുടക്കം കുറിക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് കുതിച്ചുയരം അറിവിലേക്കും തൊഴിലിലേക്കുമെന്ന ഇത്തവണത്തെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ആപ്തവാക്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഓരോ നിയോജക മണ്ഡലത്തിലും തദ്ദേശ സ്ഥാപന തലത്തിലും പരിപാടി സംഘടിപ്പിക്കും. വരുന്ന 2 ആഴ്ചക്കാലം പ്രത്യേക വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുക. ശുചിത്വം, ലഹരിവിരുദ്ധ പ്രചാരണങ്ങൾ, ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, തൊഴിൽ, തൊഴിലുറപ്പ്, വനാവകാശം, അതിക്രമം തടയൽ, പട്ടികവർഗ ഉന്നതികൾ കേന്ദ്രീകരിച്ചുള്ള ദുരന്ത നിവാരണ അവബോധം സൃഷ്ടിക്കൽ, ഇങ്ങനെയുള്ള ഓരോ വിഷയത്തിലും പ്രത്യേകം പരിപാടിയാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിലെല്ലാം എല്ലാവരും പങ്കാളികളാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതോടൊപ്പം പ്രാദേശിക വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന വികസന സദസ്സുകളുടെ ഭാഗമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരണം. ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷനായി. തിരസ്കരിക്കപ്പെടേണ്ടവരല്ല, മറിച്ച് സമൂഹത്തിന്റെ ഭാഗമായി ചേർത്ത് നിർത്തേണ്ടവരാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരെന്ന് മന്ത്രി പറഞ്ഞു. ഏറെ ദൂരം നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് ഈ സമൂഹത്തിൻ്റെ വളർച്ചയും കാര്യക്ഷമതയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചരണം നമ്മൾ നടത്തുന്നത്. വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പഠനമുറി പദ്ധതിയിൽ 2025-26 വർഷത്തെ ഗുണഭോക്താക്കൾക്കുള്ള ധനസഹായ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും കാഞ്ഞങ്ങാട് അരൈ കാർത്തിക നഗറിലെ ചന്ദ്രജിത്തിന് ചെക്ക് കൈമാറിക്കൊണ്ട് മുഖ്യമന്ത്രി നിർവഹിച്ചു. കൂടാതെ ഈ വർഷം അവസാനത്തോടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 5000 പേർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ ആക്ഷൻ പ്ലാനിന്റെ പ്രകാശനവും വനമന്ത്രി AK ശശീന്ദ്രന് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുന്ന പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി ലഭ്യമാക്കുന്ന ട്രൈബൽ പ്ലസ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കിയ ഗ്രാമപഞ്ചായത്തിലുള്ള മഹാത്മാ ഗോത്ര സമൃദ്ധി പുരസ്കാരത്തിന് അർഹരായി 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ പാലക്കാട് ജില്ലയിലെ അഗളി, ഷോളയൂർ, പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും മുഖ്യമന്ത്രി നടത്തി. യഥാക്രമം 5, 3, 2 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് ഇവർക്കുള്ള സമ്മാനത്തുക. മുഴുവൻ പട്ടികവർഗ കുടുംബങ്ങൾക്കും അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കി ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കുന്ന ABCD പദ്ധതിയുടെ ജില്ലാതല പൂർത്തീകരണ പ്രഖ്യാപനം ജില്ലാ കളക്ടർ K ഇമ്പശേഖറിന് സാക്ഷ്യപത്രം കൈമാറിക്കൊണ്ട് മുഖ്യമന്ത്രി നിർവഹിച്ചു. പരിപാടിയിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് സെക്രട്ടറി ഡോക്ടർ A കൗശികൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ M രാജഗോപാലൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P ബേബി ബാലകൃഷ്ണൻ, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ D ധർമ്മലശ്രീ, പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് ഡയറക്ടർ പ്രതിൻ, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർ N അശോക് കുമാർ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗവും മുൻ MLA-യുമായ M കുമാരൻ, പട്ടികവർഗ ഉപദേശക സമിതി അംഗം MC മാധവൻ എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി ചെയർമാൻ E ചന്ദ്രശേഖരൻ MLA സ്വാഗതവും ജില്ലാ കളക്ടർ K ഇമ്പശേഖർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.